പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വിചാരിക്കും ഇന്നെന്താ ഞാനിങ്ങനെ ചാരമൊക്കെ വാരിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് ഒരുപാട് നാളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് പേര് നമ്മളോട് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും കുറച്ച് പറ്റുന്ന പോലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഒരു ഓർഡറിലൊന്നും നമുക്ക് എടുക്കാനും പോസ്റ്റ് ചെയ്യാനും ഒന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ എടുത്ത് തുടങ്ങിയെങ്കിൽ പോലും അതൊന്നും മുഴുവിക്കാനൊന്നും പറ്റണില്ല കേട്ടോ. പിന്നീട് നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടുപ്പിൽ അരി വെക്കാൻ പോവുകയാണ്. അതായത് ചോറ് വെക്കാനായിട്ട് അതിനുള്ള ഒരു അടുപ്പ് സെറ്റപ്പ് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ജസ്റ്റ് അതൊക്കെ ഒന്ന് തുടക്കം അങ്ങനെ ആവട്ടെ എന്ന് വെച്ചു കേട്ടോ. നമ്മുടെ സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും തന്നെ എടുക്കാനൊന്നും പറ്റുന്നില്ല. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഒരു നല്ലൊരു സെറ്റപ്പ് സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ട് ആ രീതിയിലേക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് വീഡിയോ ഞാൻ മോളെയും ചേട്ടനെയും കൊണ്ടൊക്കെയാണ് എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഫുള്ളൊന്നും എടുക്കാൻ അങ്ങനെ പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഫസ്റ്റിലെ നമ്മൾ അടുപ്പിൽ തീ പിടിപ്പിക്കുന്നത് തന്നെ കാണിച്ചുകൊണ്ടാവട്ടെ എന്ന ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. സാധാരണ നമ്മൾ തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽ യൂസ് ചെയ്യുവേ. ആ ഓയിൽ പുറത്തെവിടെയോ ഇരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ കുറച്ച് പേപ്പറൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഏത് ഓയിലാണെന്നും അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ പറയാം കേട്ടോ. ഇന്ന് നമ്മൾ പാലക്കാടൻ മട്ട റൈസാണേ നമ്മൾ വീട്ടിൽ സാധാരണ വെക്കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുത്തരി ചോറാണേ പാലക്കാടൻ മട്ട റൈസ്. നല്ല ടേസ്റ്റാണ്. കുത്തരി ചോറും മീൻകറിയാണ് എൻ്റെ ഒരു വീക്ക്നെസ്. അപ്പോൾ കുത്തരി ചോറും മീൻകറിയുടെയും ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കല്ലേ. എന്നോട് തമാശയ്ക്ക് പോലും കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട്, ഈ റീൽസൊക്കെ മാത്രമേ ഉള്ളൂ, വീട്ടിലൊന്നും ചെയ്യാറില്ലേന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെയ്യുന്ന ചെറിയ ജോലികളൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. ഓരോ ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് നമ്മളെ അങ്ങ് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പാലക്കാടൻ മട്ട റൈസാണ്. വടിയരി എന്നൊക്കെയാണ് ചാക്കയിൽ കിടക്കുന്നത് പേര്. പാലക്കാടൻ മട്ട റൈസ് സൂപ്പറാണ്. അപ്പോൾ അത് കണ്ടോ ചാക്ക് നമ്മൾ ഓണത്തിന് നമുക്ക് ഉണക്കിയിട്ടുണ്ടല്ലോ, അതിനകത്ത് കിട്ടിയിരുന്ന കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. 3-4 തവണ വാഷ് ചെയ്ത് ലാസ്റ്റ് വാഷ് ചെയ്ത് ഈ ഒരു ലൈറ്റ് കളർ ആകുന്നതും വരെ വാഷ് ചെയ്യും. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യും, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് കാണിക്കും കേട്ടോ. നമ്മുടെ മട്ട റൈസ് നല്ലതായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ച ഒച്ചയൊക്കെ നമുക്ക് കേൾക്കാം കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കേട്ടോ, ഇനി നമുക്ക് അരി 2.5 നാഴി അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ പകുതി വരെ വെള്ളവും എടുത്തിട്ടുണ്ടേ. ഇന്ന് എന്താണ് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്? പാലക്കാടൻ മട്ട റൈസ് അടുപ്പിൽ എങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ശരിക്കും ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, പക്ഷേ ഇങ്ങനെ അങ്ങ് പറയുവാണേ. അങ്ങനെ നമ്മുടെ പാലക്കാടൻ മട്ട റൈസ് കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു റൈസാണ്. നമുക്ക് ഓണത്തിന് കിറ്റിൻ്റെ കൂടെ കിട്ടിയതാണ്. എന്നാലും സൂപ്പർ സാധനമാണ് പാലക്കാടൻ മട്ട റൈസ്. അപ്പോൾ നല്ല കുത്തരിയൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ സെലക്ട് ചെയ്യാൻ നോക്കിയിരിക്കുന്നവർക്ക് ഇത് ഷുവറായിട്ടും ഒരു സംശയവും കൂടാതെ വാങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പാലക്കാടൻ മട്ട റൈസ് കേട്ടോ. ഇട്ടായിരുന്നോ? ഇത്തില്ലെങ്കിൽ പെട്ടെന്ന് തരണേ. അധികം നമ്മൾ നന്നായിട്ട് തീ കത്തിച്ചതിന് ശേഷം ഒന്ന് നോക്കിയിരുന്നു, അപ്പോൾ വെന്തില്ല. പിന്നെ വീണ്ടും നീ നോക്കുക കേട്ടോ. പാലക്കാടൻ മട്ട റൈസ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ 1-2 തവണ നോക്കിയായിരുന്നു കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ആദ്യം തോന്നുന്ന പോലെ ഇങ്ങനെ കടിച്ചിട്ടൊക്കെയായിരുന്നു നോക്കുന്നത്. പിന്നെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അരി ചോറിൻ്റെ വെന്തോ എന്ന് നോക്കുന്ന അതൊരു സാമ്പിളിംഗ് എന്ന് പറയുന്ന സംഭവം കേട്ടോ. അതിന് റാൻഡം സാമ്പിളിംഗ് എന്നാണ് പറയുന്നത്. കണ്ടോ ഒരു തുള്ളി പോലും കളർ ഇളകുന്നില്ല. നമ്മുടെ ഷീനയത്തയുടെ കടയില്ലേ AM നൈറ്റീസ്, അവിടുത്തെ ഫ്രോക്ക് നൈറ്റിയാണ്. ഇത് കണ്ടോ, അലക്കുമ്പം കണ്ടോണേ ഒട്ടും നിറം പോവാത്ത നല്ല തുണിയാണേ.
നമ്മുടെ ഈ ഫ്രോക്ക് നൈറ്റിക്ക് ഒരു തുള്ളി പോലും കളർ ഇളകിയിട്ടില്ല കേട്ടോ. കണ്ടോ, ഒരു തുള്ളി കളർ പോലും ഇളകിയിട്ടില്ല. നല്ല ഗ്യാരണ്ടി ഉള്ള ഡ്രസ്സാണ്. എൻ്റെ ക്യാമറാമാൻ വയലൻ്റ് ആവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടും കൂടെ ചേരത്തില്ല. അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസ് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. നേരിട്ട് നിങ്ങൾ ഡയലോഗ് കേട്ടോ. എൻ്റെ മേത്തോട്ട് വെള്ളം വീഴും. ക്യാമറ സ്റ്റാർട്ടാണോ? എത്ര നേരമായി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് അമ്മയ്ക്ക് അങ്ങോട്ട് അടിച്ചാ പോരെ. ഒരു മിനിറ്റ് ക്യാമറ ഒന്ന് കട്ട്. എൻ്റെ കുട്ടി വീഡിയോഗ്രാഫറുടെ തല മൊത്തം സോപ്പ് വെള്ളം തെറിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചു പോയത് കേട്ടോ. അലക്കൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് ക്ലീനിങ്ങിലേക്ക് കടക്കുവാണേ. ഞാനും എൻ്റെ കുട്ടി വീഡിയോഗ്രാഫറും കൂടെ ഉടക്കിയതുകൊണ്ട് ഞാൻ തന്നെ എടുത്തോളാൻ പറഞ്ഞിരിക്കുവാണ്. അതുകൊണ്ട് ഞാൻ കൈ പിടിച്ച് അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്. കുറച്ചധികം സാധനങ്ങൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച് തരാമെന്ന് ഓഫർ ചെയ്തിട്ടൂടെ വീഡിയോ എടുക്കാൻ വരാതെ ആൾ പിണങ്ങി അപ്പുറം ഇരിപ്പുണ്ട്. ഞാൻ ആ വാശിക്ക് തന്നെ ഞാൻ തന്നെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുവാണ്. ഈ സ്റ്റാൻഡിൽ വെച്ചിട്ട് ശരിയാവുന്നുമില്ല, കയ്യിൽ പിടിച്ചിട്ട് അതിലും ശരിയാവുന്നില്ല. രണ്ടുകൂടെ പാടാം. സാധാരണ ചൂലെടുക്കുമ്പം എനിക്കത്ര ചിരിയൊന്നും വരാറില്ല. ഇത് ക്യാമറ ആയതുകൊണ്ട് ഞാൻ വേറെന്തോ വലിയൊരു കാര്യം ചെയ്യാൻ പോകുന്ന പോലെ ചൂലെടുത്ത് തൂക്കാൻ പോയിട്ടും എനിക്ക് ചിരിയാണ് വരുന്നത് ഗൈസ്. ഇതുകൊണ്ടാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുവാണ്. ഒരുപാട് തവണ 1-2 പേര് ചോദിച്ചിരുന്നു, മെസ്സേജ് ഇട്ട് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് എനിക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ നമുക്ക് കണ്ടിന്യൂസ്ലി ഞാനും കൊച്ചും കൂടെ വഴക്ക് പിടിക്കും. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തു തരത്തില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് കണ്ടിന്യൂസ് ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനിയും നമ്മൾ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ എടുക്കാം. നമ്മുടെ ജനലിലൂടെ നോക്കുമ്പോൾ നല്ല പാടമാണ് കാണുന്നത് കേട്ടോ. നല്ല അടിപൊളി വയൽ, നല്ല പച്ചപ്പാണ്, നല്ല വ്യൂ ഒക്കെ കേട്ടോ. പിന്നെ ധാരാളം കിളികളുടെ നല്ല നല്ല വെറൈറ്റി സൗണ്ടുകളുണ്ട്. ശരിക്കും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിങ്ങിലാണ് ഈ കിളികളുടെ സൗണ്ട് ഇത്രയും ഭംഗിയിൽ ഇതിനകത്ത് ക്യാച്ച് ചെയ്തെന്ന് ഞാൻ അറിയുന്നത് കേട്ടോ. നമ്മൾ നേരിട്ടിരിക്കുമ്പോൾ ഇത്രയും ആസ്വദിക്കാറില്ല. ഈ എഡിറ്റിങ്ങിൻ്റെ ഒരു സമയത്താണ് ഇത്രയധികം കിളികൾ ആ സമയത്ത് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിരുന്നോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നാറ് കേട്ടോ. ചേട്ടൻ അപ്പുറം നിന്ന് പറയുന്നുണ്ട്, ഇതെന്നാ ജനലൊക്കെ ക്ലീൻ ചെയ്യുന്ന, ആഹാ ക്യാമറ സൈഡിലുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തള്ളുന്നുണ്ട്. അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുവാണ് ഗൈസ്. ചുക്കിലി തൂപ്പും പരിപാടിയും ഒക്കെ ആയിട്ട് ഇനിയും നിങ്ങൾ വെറുപ്പിക്കൽ വീഡിയോസുമായിട്ട് ഞാൻ ഇറങ്ങണോ വേണ്ടയോ എന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. അയ്യോ ടൈലിന് നോക്കുമോ എന്ന് എൻ്റെ ഈ തൂപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. ആരെയും വേദനിപ്പിക്കുന്നതൊന്നും എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ടൈൽസിനെയും അതിൻ്റെ മണ്ണും ഒക്കെ വേദനിപ്പിക്കാതെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനലിലെ ചുക്കിലി തൂക്കാൻ വേണ്ടി വേറൊരു ഐറ്റം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ആരും എടുത്തുകൊണ്ട് വന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തൂക്കുവാണ്. 1-2 ജോലികളൊക്കെ ചെയ്യണം. ജനലും തറയൊക്കെ ക്ലീൻ ചെയ്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, അയ്യോ നമ്മുടെ അലമാരിയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന്. 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ ഈ കാണുന്ന അലമാരിയിൽ പൂപ്പൽ പിടിക്കാറുണ്ട് കേട്ടോ. ഒരു 5-6 ദിവസം കൂടുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പൂപ്പൽ പോലെ വരും. അത് ഇങ്ങനെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മുറിയിൽ ഇങ്ങനെ ഈർപ്പം നിൽക്കുന്നതിൻ്റെ ഒരു ഇതാണ്, ഭിത്തിയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഫുള്ള് ഇങ്ങനെ പിടിച്ചു വരും കേട്ടോ. നമ്മളിതിനകത്ത് തുണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചള്ള സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ഇത് ശരിക്കും വേസ്റ്റായി.
സാരിയുടെ അറ്റം നമ്മളിങ്ങനെ ലോക്ക് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ കെട്ടി നല്ല ഭംഗിക്കിടുമല്ലോ. അപ്പോൾ അതായി അടുത്ത പരിപാടി. ഒരു പുതിയ സാരിയാണ്. നമുക്ക് അടുത്ത് ഒരു ഫങ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഇങ്ങനെ കെട്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ റിഡക്ഷൻ വീഡിയോയിൽ ഞാൻ ഈ സാരിയുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഈ ഒരു കളറാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ എടുത്ത സാരിയുടെ അറ്റത്തിങ്ങനെ കുറേ നൂലായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഭംഗിക്ക് കെട്ടിക്കൊണ്ടിരിക്കുവാണ്. ഇത് കെട്ടുമ്പോൾ നമ്മൾ ഒരേ അളവിൽ എടുത്തിട്ട് ഇങ്ങനെ അകത്തൂടെ വലിച്ചിട്ട് ഇങ്ങനെ കെട്ടിയിടും കേട്ടോ. ഇതെനിക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിയാണ് പറഞ്ഞത്. ഇങ്ങനെ അടുപ്പിച്ച് കെട്ടിയാൽ നല്ല ഭംഗിയായിരിക്കും, നമുക്ക് തന്നെ ചെയ്യാനുള്ളതുള്ളൂ. എനിക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ടെൻഷനാണേ, നല്ലതാവുമോ എങ്ങനെ ആവുമെന്ന്. ശരിക്കും ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദിയക്കുട്ടി വേറൊരു ഐഡിയയിൽ പറഞ്ഞ് അങ്ങനെയാണ് ഫസ്റ്റ് ഞങ്ങൾ അത് ഫിനിഷ് ചെയ്തത്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ പെട്ടെന്ന് വരും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ടാറ്റാ.